രണ്ട് മഹാപ്രളയങ്ങൾ ഒരു നാടിനെ തുടർച്ചയായി തകർത്തെറിഞ്ഞിട്ടും ഇന്ന് കേരളത്തെ നോക്കുമ്പോൾ ആ ദുരന്തങ്ങളുടെ അവശേഷിപ്പുകൾ എവിടെയും കാണാനില്ല. ഇത് യാദൃശ്ചികമല്ല. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനപക്ഷ രാഷ്ട്രീയത്തെ പ്രവർത്തനമായി മാറ്റിയ ഒരു സർക്കാരിന്റെ ഉറച്ച ഇച്ഛാശക്തിയും ഭരണകഴിവും സൃഷ്ടിച്ച യാഥാർത്ഥ്യമാണ് ഇന്നത്തെ കേരളം. വാഗ്ദാനങ്ങളോ വാചകമേളകളോ അല്ല, നിശബ്ദമായും സ്ഥിരതയോടെയും നടന്ന പുനർനിർമ്മാണമാണ് ഈ നേട്ടങ്ങളുടെ അടിസ്ഥാനം. അഴിമതിയും കസേരകളിയും സ്ഥാപിത താല്പര്യങ്ങൾക്ക് കീഴടങ്ങിയുമുള്ള സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടിയാകില്ല പ്രവർത്തിക്കുക. ഈ സത്യം കേരളം വീണ്ടും തെളിയിച്ചു. കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും അടിസ്ഥാന അർത്ഥമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനകീയ അധികാരം എന്ന ആശയം പ്രായോഗികമായി നടപ്പാക്കിയതാണ് സംസ്ഥാനത്ത് കണ്ട ജനപക്ഷവും സുതാര്യവുമായ ഭരണം. കേരളം മാത്രമല്ല, ജനകീയ ചൈനയെ നോക്കിയാലും ഈ രാഷ്ട്രീയത്തിന്റെ അന്തസത്ത വ്യക്തമാകും. മതവും സ്വത്വവും മുൻനിർത്തി സമൂഹത്തെ വിഭജിച്ച് അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ജീവിതം കേന്ദ്രബിന്ദുവാക്കിയ ഭരണമാണ് കേരളത്തിൽ മുന്നോട്ട് പോയത്. 2018 മഹാപ്രളയത്തിൽ 18,000 കിലോമീറ്ററോളം പൊതുമരാമത്ത് റോഡുകൾ തകർന്നു. പഞ്ചായത്ത് റോഡുകൾ അതിനപ്പുറം തകർന്നു. 134 പാലങ്ങൾ തകർന്നു. ജലവിതരണ സംവിധാനങ്ങൾക്ക് വ്യാപക നാശനഷ്ടമുണ്ടായി. 35,000-ലധികം പൊതുകെട്ടിടങ്ങൾ കേടുപാടുകൾ നേരിട്ടു. 2019 പ്രളയത്തിൽ വീണ്ടും 6,000 കിലോമീറ്ററോളം റോഡുകൾ തകർന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വലിയ നാശനഷ്ടങ്ങൾ കണ്ടു. അന്ന് കേരളം മുഴുവൻ തിരിഞ്ഞു നോക്കിയാൽ ദുരന്തത്തിന്റെ അടയാളങ്ങളായിരുന്നു. ഇന്ന് അവശേഷിക്കുന്നത് എന്താണ്? പുതുക്കിപ്പണിത റോഡുകൾ, ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ, നവീകരിച്ച സ്കൂളുകൾ, ശക്തിപ്പെടുത്തിയ പൊതുകെട്ടിടങ്ങൾ, കാര്യക്ഷമമായ ഓഫീസുകൾ. നമ്മൾ നമ്മുടെ ജീവിതങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ പശ്ചാത്തലത്തിൽ ശബ്ദമില്ലാതെ നടന്ന പുനർനിർമ്മാണം. പഴിപറച്ചിലുകളോ അനാവശ്യ ആഘോഷങ്ങളോ ഇല്ലാതെ ഓരോ വകുപ്പും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ വെട്ടിക്കുറച്ചപ്പോഴും മറ്റു വഴികളിലൂടെ ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തി വികസനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോയി. അഴിമതിയില്ല, കൊടുകാര്യസ്ഥതയില്ല. ജനപക്ഷ ഭരണത്തിന്റെ വിശ്വാസ്യത അവിടെ തെളിഞ്ഞു. വിവാദങ്ങളും ആക്ഷേപങ്ങളും അഹങ്കാര വചനങ്ങളും ഉയർന്നുവെങ്കിലും സർക്കാർ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വയനാട് ദുരിതബാധിതർക്കായുള്ള ടൗൺഷിപ്പ് പദ്ധതി. 1.5 വർഷത്തിനകമാണ് വാക്കുപാലിച്ചത്. ദുരിതബാധിതർക്ക് പുതിയ ജീവിതത്തിന്റെ താക്കോൽ കൈമാറുന്ന ഘട്ടത്തിലേക്ക് പദ്ധതി എത്തിക്കഴിഞ്ഞു. ഇത് വെറും പ്രഖ്യാപനമല്ല, പ്രവർത്തനത്തിന്റെ തെളിവാണ്. വാഗ്ദാനങ്ങളല്ല, ഫലങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഷ. ദുരന്തങ്ങളെ അതിജീവിച്ച് ജനങ്ങളുടെ ജീവിതം പുനർനിർമ്മിച്ച ഒരു ഭരണകൂടത്തിന്റെ ശക്തമായ മറുപടിയാണ് ഇന്ന് കാണുന്ന കേരളം.